സന്തോഷം സന്തോഷം മഴവില്ലിൻ തോരണമിട്ടു മേലെ ആകാശം പുഴ ചിന്നിച്ചിതറിപ്പാഞ്ഞു താഴെ സന്തോഷം മഴ പൊഴിയും വഴികളിലൂടെ കിളിപാടും തൊടികളിലൂടെ ചലപച്ചിറകേറിപ്പോകാനോ ഉല്ലാസമാ ഉല്ലാസമാ നീലഗിരിക്കാട്, നിലമ്പൂർക്കാട്, മണ്ണാർക്കാട് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇതെന്താണപ്പാ ഈ ജാനകിക്കാട്? എടാ പണ്ടങ്ങനെ രാമനും സീത ഇവിടെ വന്നിട്ടുണ്ടാവും. ആ പിന്നെ സീതയും രാമനൊക്കെ ഇക്കാട്ടിൽ വരികയല്ലേ. എന്തെങ്കിലും ഒരു കാരണം ഇല്ലാണ്ട് ജാനകിക്കാട് എന്നുള്ള പേര് വരൂലോ. ആ ഒന്ന് അറിഞ്ഞിട്ട് തന്നെ കാര്യം. എങ്ങനെയാ സാർ ഈ കാടിന് ജാനകിക്കാട് എന്ന് പേര് വന്നത്? അതിന് ഒരു ചരിത്രമുണ്ട്. എന്താ ചരിത്രം എന്ന് പറഞ്ഞാൽ ഇത് ഒരു വ്യവഹാരവുമായി ബന്ധപ്പെട്ട ചരിത്രമാണ്. എന്താ വ്യവഹാരം?
കൂത്താളി മൂപ്പിൽ നായർ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല. നമ്മുടെ പ്രദേശത്തെ പണ്ടത്തെ നാടുവായിരുന്നു അദ്ദേഹം. അദ്ദേഹവും പെരിങ്ങാടിയും തമ്മിൽ ഒരു വസ്തു തർക്കം ഉണ്ടായിരുന്നു. ദീർഘകാലം നീണ്ടുന്നൊരു വസ്തു തർക്കം. ആ കേസ് അവസാനം തീർപ്പായത് പ്രിവി കൗൺസിലിനാണ്. ബ്രിട്ടീഷുകാരുടെ ഭരണകാലമാണ്. അന്നത്തെ ഏറ്റവും ഉയർന്ന അപ്പീൽ കോടതി പ്രിവി കൗൺസിലാണ്. അന്ന് സുപ്രീം കോടതിയൊന്നുമില്ല. നമ്മളെ സുപ്രീം കോടതിയൊക്കെ വന്ന് സ്വാതന്ത്ര്യത്തിന് ശേഷമാണ്. ആ കേസിൽ മൂപ്പിൽ നായർക്ക് വേണ്ടി കേസ് വാദിച്ചത് പ്രശസ്ത അഭിഭാഷകനായിരുന്ന വലിയ കോമത്ത് കൃഷ്ണക്കുറുപ്പ് എന്ന് പറയുന്ന ആളായിരുന്നു. അദ്ദേഹം പേരുകേട്ട വക്കീലായിരുന്നു. ആ കേസിൽ അവസാനം മൂപ്പിൽ നായർ ജയിച്ച്. ആ വിജയിച്ചതിൻ്റെ സന്തോഷമായി പാരിതോഷികം എന്ന നിലയ്ക്ക് കൃഷ്ണക്കുറുപ്പിന് നൽകിയതാണ് ഇന്ന് ഈ കാണുന്ന വിശാലമായ വനപ്രദേശവും 50 ഏക്കറോളം ഇതിന് സമീപത്ത് തന്നെ വയലും. അദ്ദേഹത്തിൻ്റെ മരണശേഷം മകളായ ജാനകി അമ്മയ്ക്ക് ഈ പ്രദേശത്തിൻ്റെ കൈവശാവകാശം സിദ്ധിച്ചു. അപ്പോൾ ജാനകിയുടെ അധീനതയിലുള്ള കാട് എന്ന നിലയ്ക്കാണ് ഈ പ്രദേശത്തിന് ജാനകി കാട് എന്നുള്ള പേര് ലഭിച്ചത്. അപ്പൊ ആ ജാനകി അല്ലല്ലേ ഈ ജാനകി? ഇങ്ങനെ ഓരോരോ പേരിന് പുറകിലും ഓരോരോ വലിയ ചരിത്രങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ടാവും. അപ്പൊ നമ്മൾ പാലേരി ഗ്രാമത്തിന് ഇതുപോലെ വലിയൊരു കഥ പറയുണ്ടാവില്ലേ ടീച്ചറെ? തീർച്ചയായും ഈ കാടിനും വയലുകൾക്കും നിഷ്കളങ്കമായ നമ്മുടെ ഗ്രാമത്തിനുമൊക്കെ ഒരുപാട് ചരിത്രങ്ങൾ പറയാനുണ്ടാവും. ഇത് ചരിത്രമുറങ്ങുന്ന പാലേരി ഗ്രാമം. ഒരു ദേശത്തിൻ്റെ ചരിത്രത്തെ തൊടുമ്പോൾ മാറുന്ന ഒരു സമൂഹത്തെയും അതിൻ്റെ അനുഭവസമ്പന്നമായ ജീവിതത്തെയുമാണ് നാം അടുത്തറിയുന്നത്. ഓരോ ദേശവും അതിൻ്റെ സംസ്കൃതിയോടൊപ്പം മാറുന്ന കാലത്തെയും അടയാളപ്പെടുത്തുന്നു. അനുഭവസമ്പന്നമായ ജീവിതത്തെ പ്രകാശിപ്പിച്ചുകൊണ്ട് ചരിത്രത്തിൽ ഇടം നേടുന്നു. ഒരു തലമുറയിൽ നിന്നും അനന്തര തലമുറയിലേക്ക് പകർത്തപ്പെടുന്ന ഇത്തരം അനുഭവങ്ങളിൽ നിന്നാണ് ഒരു ജനതയുടെ അർത്ഥപൂർണമായ ജീവിതത്തിൻ്റെ അസ്ഥിവാരം തീർക്കപ്പെടുന്നത്. നമ്മുടെ ദേശം ചങ്ങരോത്ത് എന്നറിയപ്പെടുന്നു. അനേകം ശിവക്ഷേത്രങ്ങളുള്ള ഒരു പ്രദേശമാണിത്. ശിവന് ശങ്കരൻ എന്ന് പര്യായം. പഴയ ഉച്ചാരണം ചങ്ങരൻ. ചങ്ങരൻ്റെ പുരമായതിനാൽ ചങ്ങരപുരമാവുകയും പിന്നീടത് ചങ്ങരോത്ത് എന്നറിയപ്പെടുകയും ചെയ്തു എന്ന് വ്യാഖ്യാനം. പാലേരി എന്ന പേരിനുമുണ്ട് ചരിത്രസ്പർശം. കന്നുകാലി വളർത്തൽ പ്രധാന ഉപജീവന മാർഗമായിരുന്ന പാലേരിയിൽ സമൃദ്ധമായി പാൽ ലഭിച്ചിരുന്നുവത്രേ. അങ്ങനെ പാലേറിയ ദേശമായതിനാൽ പാലേറി ഒടുവിൽ പാലേരിയായി മാറി എന്ന് ഭാഷ. പുഴകളാൽ ചുറ്റപ്പെട്ട ഈ ഗ്രാമത്തിലേക്ക് പാലമേറി വേണം വരാൻ എന്നതിനാൽ പാലമേറി വരുന്ന സ്ഥലം പാലേരിയായി എന്നും പറയപ്പെടുന്നു. ഈ പുഴയുടെ ചരിത്രം പറയാതെ പാലേരിയുടെ ചരിത്രം പറയാൻ കഴിയില്ല. പാലേരിയുടെ ചരിത്രവുമായി അഭേദ്യമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു പുഴയാണ് ഇത്. പാലേരിൻ്റെ സവിശേഷത എന്താ? 3 ഭാഗവും കുറ്റ്യാടിപ്പുഴയും 1 ഭാഗത്ത് കടിയങ്ങാട്ടുപുഴയും. മഴക്കാലത്ത് പാലേരിയുടെ താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ വെള്ളത്തിനടിയിലാവും. പാലേരി തികച്ചൊരൊറ്റപ്പെട്ട സ്ഥലം. ആർക്കും പോകാനോ വരാനൊന്നും കഴിയില്ല. പഴയ ചങ്ങരോത്ത് പഞ്ചായത്തിൽ എല്ലാ രംഗത്തും വളരെയധികം പിന്നിലായിരുന്നു. ഒന്ന് വഴിയ യാത്രയുടെ പ്രശ്നമാണ്. കടിയങ്ങാട്ട് പുഴക്ക് പാലമില്ല, കുറ്റ്യാടിപ്പുഴക്ക് പാലമില്ല. ഇവിടുന്ന് കുറ്റ്യാടിക്ക് പോകണമെങ്കിൽ നടന്ന് പോയി കുറ്റ്യാടിയിൽ തോണി കയറി അക്കരെ കിടക്കണം. ഇവിടുന്ന് പേരാമ്പ്രക്ക് പോകണമെങ്കിൽ ഇവിടുന്ന് നടന്ന് പോയി കടിയങ്ങാട്ട് പുഴയിൽ തോണി കടന്ന് അപ്പുറം കിടക്കണം. അതുകൊണ്ട് തന്നെ ഈ ചങ്ങരോത്ത് പ്രദേശത്തിൻ്റെ കടിയങ്ങാട് പുഴക്കും കുറ്റ്യാടിപ്പുഴക്കും ഇടയ്ക്കുള്ള സ്ഥലത്ത് കുട്ടികളുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഉണ്ടായിരുന്നില്ല. നിരവധി പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ചുകൊണ്ടാണ് നമ്മുടെ ഗ്രാമത്തിൽ തന്നെ ഒരു ഹൈസ്കൂൾ സ്ഥാപിക്കുക എന്ന ലക്ഷ്യവുമായി അന്നത്തെ ഊർജ്ജസ്വലരായ ഒരു കൂട്ടം ചെറുപ്പക്കാർ രംഗത്തിറങ്ങിയത്. 1958 അവസാനത്തിൽ വടക്കുംപാടി UP സ്കൂളിൽ വെച്ച് അവരുടെ ആദ്യ യോഗം നടന്നു. 16/4/58
നമ്മൾ ആദ്യം തന്നെ ഒരു കമ്മിറ്റി ഉണ്ടാക്കിയത്. ആ കമ്മിറ്റിയിൽ അന്ന് അധ്യക്ഷം വഹിച്ചത് എറക്കോട്ട് അന്തർവാജിയായിരുന്നു. പിന്നെ ഹൈസ്കൂളിന് വേണ്ടിയുള്ള പ്രമേയം അവതരിപ്പിച്ചത് ഞാനും. ഇപ്പോൾ ഈ ടി പി കണാരൻ നായർ എന്ന് പറഞ്ഞാൽ ഇ വി രാമേന്ദ്ര മാഷ് അച്ഛൻ കണാരൻ മാഷ് അതിനെ സപ്പോർട്ട് ചെയ്തു. എ രാഘവൻ വൈദ്യർ, എടത്തിൽ കണ്ണക്കുറുപ്പ്, എ കെ മാധവമാരാർ, ചെറുവലത്ത് ശങ്കരൻ നമ്പ്യാർ, കല്ലൻപറമ്പിൽ ചന്തുക്കുട്ടി നായർ, കെ സി കുഞ്ഞിക്കണ്ണൻ നായർ, ഇ ജി നായർ, പി ടി കുഞ്ഞിരാമൻ നായർ, പൊളിയുള്ളതിൽ രാമക്കുറുപ്പ്, പൊയിലിൽ മൊയ്തീൻകുട്ടി, കാപ്പുമ്മൽ കേളൻ, ചാത്തൻ മേനോൻ, പാളയാട്ട് കുഞ്ഞിസൂപ്പി, തായന ഗോപാലൻ നായർ, പുതുക്കുടി ശങ്കരൻ എന്നിവരായിരുന്നു ആദ്യ യോഗത്തിൽ പങ്കെടുത്തവരിൽ പ്രമുഖർ. ഹൈസ്കൂളിന് ആവശ്യമായ സ്ഥലം കണ്ടെത്തുക എന്നതായിരുന്നു അവർക്ക് മുന്നിലെ പ്രധാന വെല്ലുവിളി. ഈ പ്രതിസന്ധി നേരിടാൻ വടക്കുംപാട് പ്രദേശത്തുള്ള ഹയർ എലിമെൻ്ററി സ്കൂൾ നമുക്ക് വിട്ടുകിട്ടുകയാണെങ്കിൽ ആ സ്കൂള് ഹൈസ്കൂളാക്കി മാറ്റുമ്പോൾ 3 ലക്ഷം ഉറുപ്പികയുടെയും 3 ഏക്കർ സ്ഥലത്തിൻ്റെ പ്രശ്നം ഉദിക്കുന്നില്ല. അതുകൊണ്ട് ആ സ്കൂള് വിട്ടുകിട്ടാനുള്ള നടപടി ചെയ്യാൻ കഴിയുമോ എന്നുള്ളത് ആലോചിക്കണമെന്നാണ് കുമാർ മാഷ് പറഞ്ഞത്. അതനുസരിച്ച് കുമാർ മാഷ് തിരുവനന്തപുരത്ത് നിന്ന് വന്ന് ആർ നാരായണൻ നായർ, പി കെ ഗോപാല മാഷ്, ദക്ഷിണാമൂർത്തി തുടങ്ങിയവരുമായി കൂടിയാലോചിച്ചു. അങ്ങനെ ആലോചിച്ച് ഈ ഹയർ എലിമെൻ്ററി സ്കൂളിൻ്റെ മാനേജറായിരുന്ന മാധവമാരാറെ കാണാൻ തീരുമാനിക്കുന്നു. അങ്ങനെ ഞങ്ങൾ മാധവമാരാറെ വീട്ടിൽ പോയി ഈ സംഭവഗതികളെല്ലാം അയാളോട് വിശദീകരിച്ചു. സ്കൂൾ അയാൾ വിട്ടുതരാമെന്ന് സംഭവിച്ചു. ഹൈസ്കൂളിന് സ്വന്തമായി കെട്ടിടം നിർമ്മിക്കുക, നിയമപരമായി അംഗീകാരം നേടുക എന്നിവ പ്രധാന കടമ്പകളായിരുന്നു. സ്വയം സമർപ്പണ സന്നദ്ധരായ ഈ പ്രദേശത്തെ നല്ലവരായ ജനങ്ങളുടെ കൂട്ടായ്മയിലൂടെ ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാമെന്ന വിശ്വാസത്തിൽ 17 അംഗങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ഡയറക്ടർ ബോർഡിന് തുടർന്ന് നടന്ന വിപുലമായ യോഗത്തിൽ രൂപം കൊടുക്കുകയുണ്ടായി. സാധാരണ മെമ്പർമാർക്ക് 25 രൂപയുടെയും ഡയറക്ടർ ബോർഡിൽ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് 100 രൂപയുടെയും ഓഹരി ഉണ്ടാവണമെന്ന നിബന്ധന ഉൾപ്പെടുത്തി ഒരു ബൈലോ ഈ യോഗത്തിൽ വെച്ച് അംഗീകരിക്കപ്പെട്ടു. പി കെ മൊയ്ത് സെക്രട്ടറിയായും എ രാഘവൻ വൈദ്യർ ജോയിന്റ് സെക്രട്ടറിയായും തായന ഗോപാലൻ നായർ വൈസ് പ്രസിഡന്റായും കെ എം അബ്ദുറഹിമാൻ ഹാജി പ്രസിഡന്റായും കിഴക്കയിൽ ഗോപാലൻ നായർ ഖജാൻജിയുമായുള്ള ആധികാരികമായ ഒരു കമ്മിറ്റിയും നിലവിൽ വന്നു. അടുത്ത വർഷം സ്കൂളിൻ്റെ സ്ഥലവും അതുപോലെ 2 ക്ലാസ് മുറിയും അതുപോലെ ഫർണിച്ചറും ശരിയാക്കിയാൽ അടുത്ത കൊല്ലം മുതൽ 1959 മുതൽ ഹൈസ്കൂൾ അനുവദിക്കുന്നതാണെന്നുള്ള ഒരു അനുവാദ പത്രം പെർമിഷൻ മാത്രമാണ് അന്ന് കിട്ടിയത്. അത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ തുടർച്ചയായാണ് EMS കൊണ്ട് ശിലാസ്ഥാപനം നടത്തിച്ചാൽ നമുക്കിത് വളരെ എളുപ്പത്തിൽ ചെയ്യിക്കാൻ സാധിക്കും എന്നുള്ള ധാരണയോടുകൂടി 1/1/59 ശിലാസ്ഥാപനം നടത്താനുള്ള ശ്രമങ്ങൾ. ഒരു ജനതയുടെ സ്വപ്ന സാഫല്യത്തിൻ്റെ മുഹൂർത്തം. നിരവധി പ്രതിസന്ധികൾക്കൊടുവിൽ വടക്കുംപാട് ഹൈസ്കൂൾ എന്ന വലിയ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുന്നു. 1/1/59 വിമോചന സമരം നടക്കുന്ന സമയമാണ്. EMS പോലും സാധാരണ സമയത്തിന് മുമ്പേ ഞാനും അവിടെ അന്ന് ക്ലാസ് ടീച്ചറായിരുന്ന ഗോപി രണ്ടുപേരും ഈ കുട്ടികളെ താല്പര്യം ഒരുക്കുന്ന സമയത്താണ് EMS താഴെ വന്ന് നിന്ന് താഴെ കാറിലെത്തിയിരിക്കുന്നു. അതും പ്രൈവറ്റ് കാറിലാണ് വന്നിരിക്കുന്നത്. ഗവൺമെൻറ് കാറാണെങ്കിൽ തടയുമെന്നുള്ളത് കൊണ്ട് പ്രൈവറ്റ് കാറിൽ താഴെ വന്നു വിളിച്ച് ഞങ്ങളോട് പറയുകയാണ് EMS വന്നിരിക്കുന്നു. നേരെ താഴെ ചെന്നപ്പോൾ EMS എന്നോട് പറഞ്ഞു, അല്പം നേരത്തെ ആയില്ലേ, ആ ഭാഷയിലാണ് ഉപയോഗിച്ചത്. അദ്ദേഹത്തെ ഞാൻ അവിടെ കൊണ്ട് ഇരുത്തിയതിന് ശേഷമാണ് മറ്റു ഭാഗങ്ങളിലേക്ക് ആളെ അയച്ച് ആളുകളെ കൂട്ടിക്കൊണ്ടു. 1959 ജനുവരി 1 ഐക്യ കേരളത്തിൻ്റെ പ്രഥമ മുഖ്യമന്ത്രി ശ്രീ EMS നമ്പൂതിരിപ്പാട് വടക്കുംപാട് സെക്കൻഡറി സ്കൂളിൻ്റെ ശിലാസ്ഥാപനം നിർവഹിച്ചു. ഒട്ടേറെ നിയമക്കുരുക്കുകളെ അതിജീവിച്ചുകൊണ്ട് വടക്കുംപാട് ഹൈസ്കൂളിന് അംഗീകാരം ലഭിച്ചുവെങ്കിലും പുതിയ പുതിയ പ്രതിസന്ധികൾ ഹൈസ്കൂൾ എന്ന സ്വപ്നത്തിന് വിലങ്ങുതടിയായി തന്നെ നിന്നു. സ്കൂൾ ആരംഭിക്കണമെങ്കിൽ 5 ഏക്കർ സ്ഥലം ഉറപ്പുവരുത്തണം. ഒരു മുറിയെങ്കിലും താൽക്കാലികമായി വേണം. ക്ലാസ് എടുക്കാൻ അംഗീകൃത യോഗ്യതയുള്ള അധ്യാപകരെ കിട്ടണം. ഈ സ്കൂളിലേക്ക് ഹെഡ് മാസ്റ്റർ ആയിക്കൊണ്ട് വരുന്നതിന് എന്നെ പ്രേരിപ്പിച്ചത് എൻ്റെ സുഹൃത്തായിരുന്ന
പരേതനായ അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായിരുന്ന PR നമ്പ്യാരുടെ ഒരു ശുപാർശയാണ്. അദ്ദേഹത്തിൻ്റെ ശുപാർശയ്ക്കൊപ്പം തന്നെ വടക്കുംപാട് ഹൈസ്കൂൾ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്ന PK മൊയ്തുവിൻ്റെയും ശുപാർശ ഉണ്ടായിരുന്നു. നേരത്തെ ഞാൻ സൂചിപ്പിച്ച വടക്കുംപാട് ഹൈസ്കൂൾ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്ന PK മൊയ്തുവും അന്നത്തെ സ്ഥലം MLA ആയിട്ടുള്ള M കുമാരൻ മാസ്റ്ററും അവർ രണ്ടുപേരും കൂടി ചേർന്ന് തിരുവനന്തപുരത്ത് പോയി മന്ത്രിയെ കണ്ടു, മുഖ്യമന്ത്രിയെ കണ്ടു, വേണ്ടപ്പെട്ട മറ്റ് വകുപ്പുകളെല്ലാം കണ്ട് എല്ലാം ശരിയാക്കി പാർട്ടി ഈ മുഖേനയുള്ള ശുപാർശയോടുകൂടി വേണ്ടതെല്ലാം ചെയ്തു കഴിഞ്ഞതിന് ശേഷം അവസാനം ഈ സ്ഥലത്ത് ഒരു സ്കൂള് അപ്ഗ്രേഡ് ചെയ്യുന്നതിന് വേണ്ടിക്കൊണ്ട് വടക്കുംപാട് UP സ്കൂൾ എന്ന പേരിൽ ഇവിടെ ഉണ്ടായിരുന്ന ആ സ്കൂള് അപ്ഗ്രേഡ് ചെയ്ത് ഒരു ഹൈസ്കൂളാക്കി ഉയർത്തുന്നതിന് വേണ്ടിക്കൊണ്ടുള്ള ഓർഡർ കേരള ഗവൺമെൻറ് പുറപ്പെടുവിച്ചു. മുഖ്യമന്ത്രി ശിലാസ്ഥാപനം നിർവഹിച്ചതോടെ ഹൈസ്കൂളിന് അംഗീകാരമായെങ്കിലും സ്വന്തമായ കെട്ടിടമോ ക്ലാസ് എടുക്കാൻ മുറിയോ ഇല്ലാത്ത അവസ്ഥ തുടക്കത്തിൽ തന്നെ പ്രയാസങ്ങൾ സൃഷ്ടിച്ചു. ശ്രീ എടത്തൽ കണ്ണക്കുറുപ്പിന്റെ ഒറ്റമുറി പീടികയ്ക്ക് മുകളിൽ ക്ലാസ് ആരംഭിക്കുന്നത് ഇത്തരമൊരു ചുറ്റുപാടിലായിരുന്നു. പീടികമുറി കെട്ടിടത്തിന് മുകളിൽ പ്രവർത്തിച്ച ആദ്യത്തെ സ്കൂൾ ഒരുപക്ഷെ നമ്മളായിരിക്കും അല്ലേ? എനിക്ക് തോന്നുന്നത് ആദ്യത്തേതും അവസാനത്തേതും അത് തന്നെയാണെന്നോ. ആ കെട്ടിടം ഇപ്പൊ അവിടെ തന്നെ ഉണ്ടോ? അത് ഞാൻ അന്വേഷിച്ചിരുന്നു. അത് പണ്ടേ പൊളിച്ചു പോയിട്ടുണ്ടത്രേ. 1959 ആദ്യമായിട്ട് വന്നു ചേർന്ന പെൺകുട്ടി ഞാനാണ്. കുറേ ആൺകുട്ടികളുടെ ലക്ഷ്മിയും ഗംഗാധരൻ, കർണൻ, കുഞ്ഞനന്ദൻ, സരോജിനി, ദേവി, കരുണ, ഇങ്ങനെ 10-45 കുട്ടികളുണ്ടായിരുന്നു. ഇന്നുള്ള പോലെ കുറേ വിഷയമൊക്കെ ആയിട്ടായിരുന്നു പണ്ടുള്ള പഠിപ്പ്. അന്നേരം ഇങ്ങനെ വിഷയം മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി അത് മാത്രമേ. ഈ ഹൈസ്കൂളൊന്നും ഇവിടെ തുടങ്ങിയിട്ടില്ലെങ്കിൽ ഇനി നമ്മളെ പോലത്തെയുള്ള ആൾക്കാർക്കൊന്നും പഠിക്കാൻ വളരെ പ്രയാസം. ഇയാൾക്കൊന്നും വിദ്യാഭ്യാസം നേടുവാനാവില്ലേ? അത് പിന്നെ ഞങ്ങൾ പഠിക്കുന്ന ആ സ്ഥലത്തിൽ ഇവിടെ ഈ ഏരിയയിൽ മുസ്ലിം പെൺകുട്ടികൾ വളരെ കുറവാണ്. അതിൽ വന്ന് PK പാത്തുവാണ്. സ്വന്തമായ കെട്ടിടത്തിലേക്ക് മാറാതെ അംഗീകാരം ലഭിക്കില്ലെന്ന പ്രശ്നം ഒറ്റമുറി പീടികയിൽ നിന്നും താൽക്കാലിക ഷെഡിലേക്ക് മാറാനുള്ള കാരണമായി തീർന്നു. പ്രതികൂല കാലാവസ്ഥയെപ്പോലും അവഗണിച്ചുകൊണ്ട് കുറഞ്ഞ ദിവസത്തിനുള്ളിൽ UP സ്കൂളിന് സമീപത്തായി ഹൈസ്കൂളിനു വേണ്ടി ഓല ഷെഡ് പണിതുയർത്തിയത് ഇവിടുത്തെ സാധാരണ മനുഷ്യരുടെ ഇച്ഛാശക്തിയും അർപ്പണ മനോഭാവവും കൊണ്ട് മാത്രമായിരുന്നു. ഷെഡുണ്ടാക്കാൻ ഓല, തോട്, കല്ലുകൾ കൊണ്ടുപോയിട്ടാണ് ഓരോരുത്തർ അധ്വാനത്തിനായിട്ടാണ് അന്ന് ഷെഡുണ്ടാക്കി അതിൻ്റെ അധ്വാനം തുടങ്ങുന്നത്. ശ്രമദാനക്കാരിൽ കാപ്പുമ്മൽ കണ്ണൻ, കാപ്പുമ്മൽ കുഞ്ഞിരാമൻ, പീടികക്കണ്ടി കണാരൻ, കിഴക്കയിൽ നാരായണക്കുറുപ്പ്, PP കണ്ണൻ, പൊയിലിൽ മൊയ്തീൻകുട്ടി, KP ഗോപാലൻ, കവറുള്ളകണ്ടി കണാരൻ, NP ഗോപാലക്കുറുപ്പ്, പുതുക്കുടി ശങ്കരൻ, തയ്യുള്ളപറമ്പിൽ കുഞ്ഞിരാമൻ നായർ, PC ഉദയനൻ, മരുതോളി ശങ്കരക്കുറുപ്പ്, കിഴക്കയിൽ ഗോപാലൻ നായർ തുടങ്ങിയവർ മുൻനിരയിൽ തന്നെ ഉണ്ടായിരുന്നു. ശ്രീ PK ഗോപാലൻ മാസ്റ്ററുടെയും ഗോപി മാസ്റ്ററുടെയും നേതൃത്വത്തിൽ ഏറ്റെടുത്ത പ്രവർത്തനങ്ങൾ ഓരോന്നും ചിട്ടയോടെ നടന്നു. ഇവിടെ പരാമർശിക്കപ്പെടാതെ പോയ നിസ്വാർത്ഥമതികളായ എത്രയോ പേരുടെ കഠിനാധ്വാനവും ഈ മഹാസ്ഥാപനത്തിന്റെ പിറവിക്ക് പിന്നിലെ ശക്തിയായിട്ടുണ്ട്. ശ്യാമേ, സ്കൂളിന് വേണ്ടി സാധനങ്ങൾ സംഭാവന ചെയ്ത ചിലരുടെ പേരുകൾക്ക് ഞാൻ ശേഖരിച്ചിട്ടുണ്ട്. കാണട്ടെ. മാവിലാട്ട് രാമക്കുറുപ്പ്, കടുക്കാങ്കുയിൽ ചാപ്പൻ നായർ, KK നാരായൺ മാരാർ, എരക്കോട്ട് അന്തുറഹാജി, ചെറുവലത്ത് ശങ്കരൻ നമ്പ്യാർ, കടുക്കാങ്കുഴിയിൽ രാമക്കുറുപ്പ്, കാപ്പുമ്മൽ കണാരൻ, KC കുഞ്ഞിക്കണ്ണൻ നായർ, ഇരുവെട്ടിയിൽ കണാരൻ മാസ്റ്റർ, കല്ലറമ്പറമ്പിൽ ചന്തുകുട്ടി നായർ. ഇവരെ കൂടാതെ ഒരുപാട് ആൾക്കാർ നമുക്ക് സംഭാവന ചെയ്തിട്ടുണ്ടാവൂലേ? ഓരോക്കെ പേര് കളക്ട് ചെയ്യാൻ നമുക്ക് ഇച്ചിരി പ്രയാസല്ലേ? ശരിയാ ശ്യാമൻ. കലാകാരന്മാരൊരു സെറ്റ് ഒരു കമ്മിറ്റി ഉണ്ടാക്കി ആ കമ്മിറ്റി നാടകം അതുപോലെ തന്നെ പാട്ട് എഴുതി ആ പാട്ട് പുസ്തകം ആക്കി ഇത് ചന്തസ്ഥലങ്ങളിലും മറ്റ് എല്ലാം കൊണ്ടുപോയി വിൽപ്പന നടത്തി ₹1 50 പൈസ ₹1 ടോക്കൺ
25 പൈസ അടക്കം ഉള്ള ടോക്കൺ വിറ്റ് കാശാക്കിയിട്ടാണ് പ്രാഥമികമായിട്ടുള്ള ചെലവിന് കാശുണ്ടാക്കിയത്. പാട്ടുപാടിയും ഫലിതം പറഞ്ഞു നിങ്ങളെ ഓരോ ദിവസവും ഫണ്ട് കളക്ട് ചെയ്യുമ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിൽ പുതുക്കുടി ശങ്കരൻ എന്ന ഒരു സഖാവ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ സ്മരണ ഞാൻ ഈ അവസരത്തിൽ അദ്ദേഹത്തിന് വേണ്ടി ഞാൻ ഈ സ്മരണ പുതുക്കുകയാണ്. ഷോക്ക് വാങ്ങാനുള്ള പൈസയില്ല മാസ്റ്റർമാർ. അതിനുള്ള പ്രതിവിധി എന്ന രീതിയിൽ മദ്രസകൾക്കും പള്ളികൾക്കും ശേഖരിക്കുന്ന പോലെ തെങ്ങ് ശേഖരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. 389 തെങ്ങ് പലരും അനുവദിച്ചു വന്നു. തെങ്ങിന്റെ മുളപ്പുറം നമ്പർ ഇട്ടു. ആ തെങ്ങിന്റെ മുള തേങ്ങ നശിപ്പിച്ചിട്ടാണ് നമ്മുടെ ചോപ്പ് വാങ്ങി. സ്കൂളിന്റെ പ്രവർത്തനങ്ങൾ തുടർന്നു പോകുമ്പോൾ നമുക്ക് കെട്ടിടമില്ല. കെട്ടിടം ഉണ്ടാക്കുന്നതിന് വേണ്ടി അന്നത്തെ MLA കുമാരമാഷ് LT സ്കീമിൽ നിന്ന് ഫണ്ട് എടുക്കും. ആ ഫണ്ട് നമുക്ക് കിട്ടണമെങ്കിൽ കെട്ടിടം പണിയണം. കെട്ടിടം ആദ്യം പണിതാലേ ഫണ്ട് കിട്ടും. ആ കെട്ടിടം പണിയാനുള്ള ചില നടപടികൾ കാര്യങ്ങളൊക്കെ കമ്മിറ്റി ആലോചിച്ച് തീരുമാനിച്ചാൽ നടപ്പിലാക്കും. അതിനെ തുടർന്നെല്ലാം വന്നിട്ടുള്ള ചില സംഭവങ്ങൾ തുടർന്ന് ചില കേസുകളുണ്ടായി. അതിൻ്റെ ഫലമായി അന്നത്തെ നമ്മളെ സ്കൂൾ കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റായ രാഘവൻ വിദ്യർ, VC ഓദനൻ, തായന ഗോപാലമാഷ്, സെക്രട്ടറിയായ ഞാൻ ഞങ്ങൾക്ക് കോടതിയിൽ നിന്ന് വാറണ്ട് വന്നു. വാറണ്ടല്ല, മരിക്കേണ്ടി വന്നാൽ മരിച്ചു വീഴുക എന്നുള്ളതാണ് സ്കൂൾ സ്ഥാപിക്കുന്നതിൻ്റെ ലക്ഷ്യമെന്ന് തീരുമാനിച്ച് തായനഗോപാൽ മാഷ് അധ്യാപകനായതുകൊണ്ട് ജയിലിൽ പോയാൽ ജോലി പോകുമെന്ന് കണക്കാക്കി ഗോപാൽ മാഷ് ഒഴിവാക്കി ഞാനും ഉദയനും രാഘവൻ വൈദ്യരും കണ്ണൂർ ജയിലിലേക്ക്. കണ്ണൂർ ജയിലിൽ ഞങ്ങൾ പോയി കിടന്നിട്ട് അവിടെ നിന്ന് സ്കൂളാണ് പ്രധാന പ്രശ്നം. അങ്ങനെ ഞങ്ങളെ ആ കേസിനിടയായിട്ടുള്ള സംഭവങ്ങളെല്ലാം മഹാമനസ്കരായ പാലയിലും എല്ലാമുള്ള പല ആളുകളും കൂടിച്ചേർന്ന് സംസാരിച്ച് മധ്യസ്ഥമായ പ്രശ്നം പരിഹരിക്കുന്നു. നിരവധി തവണ നിയമസഭയിൽ നമ്മുടെ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുകയും രാഷ്ട്രീയ സാംസ്കാരിക രംഗങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിക്കുകയും ചെയ്ത ശ്രീ VV ദക്ഷിണാമൂർത്തി ദീർഘകാലം ഈ വിദ്യാലയത്തിലെ അധ്യാപകനായിരുന്നു എന്നത് നമ്മുടെ പ്രദേശത്തിൻ്റെ അഭിമാനമാണ്. സ്കൂളിൻ്റെ പ്രാരംഭഘട്ടത്തിലെ അരക്ഷിതാവസ്ഥയിലും തുടർന്നുള്ള പുരോഗതിയിലും എല്ലാവിധ സഹകരണവും നൽകിക്കൊണ്ട് അദ്ദേഹം നമ്മോടൊപ്പം ഉണ്ടായിരുന്നു. 3 ഏക്കർ സ്ഥലമില്ലാത്തത് കൊണ്ട് പെർമനന്റ് റെക്കഗ്നീഷൻ കിട്ടുന്നില്ല. ആ പെർമനന്റ് റെക്കഗ്നീഷൻ സ്ഥിരാംഗീകാരം ലഭിക്കുന്നതിന് സഹായകമായത് ഈ സ്കൂളിന്റെ അധ്യാപകൻ AK മാഷ് MLA ആയ കാലത്താണ്. അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രിയുമായി ബന്ധപ്പെട്ട് സംസാരിച്ച് മറ്റു സ്കൂളുകൾക്ക് എക്സംഷൻ കൊടുത്തതുപോലെ ഈ സ്കൂളിനും 3 ഏക്കറിൽ അല്പം കുറവാണെങ്കിലും അതിന് എക്സംഷൻ വാങ്ങിച്ച് സ്ഥിര അംഗീകാരം ലഭിക്കും. ഇതിനാവശ്യമായ കുറച്ച് സ്ഥലം മാനേജ്മെന്റ് വാങ്ങിച്ചു. തുടർന്ന് പുതിയ മാനേജ്മെന്റ് അധ്യാപകന്മാരുടെയും രക്ഷകർത്താക്കളുടെയും സഹായത്തോടെ കെട്ടിടങ്ങൾ പണിത് ഈ സ്കൂളിന്റെ പ്രശ്നസങ്കീർണമായ ഒരു നീണ്ട കാലത്തിനൊടുവിൽ സ്കൂളിൻ്റെ ഭൗതികവും അക്കാദമികവുമായ അവസ്ഥ പ്രകാശപൂർണമായ ഒരു അന്തരീക്ഷത്തിലേക്ക് വന്നെത്തുകയാണ്. ജനപ്രതിനിധികൾ, അധ്യാപക രക്ഷാകർതൃ സമിതി, മാനേജ്മെന്റ് കമ്മിറ്റി, നാട്ടുകാർ, അധ്യാപകർ, വിദ്യാർത്ഥികൾ എന്നിവരുടെയെല്ലാം ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനത്തിലൂടെയാണ് നമുക്കിത് സാധ്യമായത്. നമ്മൾ സ്കൂളിൻ്റെ ഒരു സവിശേഷത ചങ്ങരോത്ത് പഞ്ചായത്തിൻ്റെ സാമൂഹ്യ വികസനത്തിൽ നിർണായകമായ പങ്ക് വഹിക്കുന്ന ഒരു സ്ഥാപനമായി നമ്മുടെ വിദ്യാലയം ഇപ്പം വളർന്നു. ചങ്ങരോത്ത് പഞ്ചായത്തിൽ 40% വരുന്ന മുസ്ലിം ജനവിഭാഗത്തിലും 69 ശേഷം
ഈ വിദ്യാലയം ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു വലിയ വിദ്യാഭ്യാസ പുരോഗതി നമുക്ക് കാണാൻ സാധിക്കും. കേരള ചരിത്രവുമായി അതിൻ്റെ സാമൂഹ്യ നീതി, സാമൂഹ്യ വികസനം എന്നീ പ്രശ്നങ്ങളുമായി വളരെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ചരിത്രത്തിൻ്റെ കണ്ണാടിയാണ്, അല്ലെങ്കിൽ കേരള ചരിത്രത്തിൻ്റെ ഒരു പരിച്ഛേദമാണ് നമ്മുടെ വിദ്യാലയം എന്നുള്ള അഭിമാനകരമായ ഒരു വസ്തുത നമ്മുടെ മുമ്പിൽ. ഒട്ടേറെ പ്രതിഭാശാലികളെ പാദമുദ്രകൾ പതിഞ്ഞ മണ്ണാണിത്. വിദ്യാഭ്യാസ, സാമൂഹ്യ, സാംസ്കാരിക മേഖലകളിൽ പേരും പെരുമയും ആർജിച്ചവർ. ശ്രീ ടി രാജീവൻ, ഡോക്ടർ സി ചന്ദ്രൻ, ഡോക്ടർ അബ്ദുള്ള ബാലേരി, ഡോക്ടർ ഇ വി മുഹമ്മദ്, ഡോക്ടർ അബ്ദുള്ള തുടങ്ങിയവർ ഈ വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥികളാണ് എന്നതിൽ നമുക്ക് അഭിമാനിക്കാം. കായിക രംഗത്തും നമ്മുടെ സ്ഥാപനത്തിൻ്റെ യശസ്സുയർത്തിയ താരങ്ങൾ നിരവധിയുണ്ട്. സംസ്ഥാന സ്കൂൾ വോളിബോൾ ക്യാപ്റ്റനായിരുന്ന കെ മൊയ്തു, ദേശീയ വോളിബോളിൽ കേരളത്തിൻ്റെ കുപ്പായമണിഞ്ഞ എം സുജാത എന്നിവരെ അക്കൂട്ടത്തിൽ പ്രത്യേകം ഓർമ്മിക്കേണ്ടതുണ്ട്. ഒരു പ്രശസ്തയായ കായിക താരം എന്ന നിലയിൽ എന്ത് സംഭാവനയാണ് ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ചത്? എൻ്റെ ജീവിതത്തിന് ഇത്രയും നല്ലൊരു അടിത്തറ ഉണ്ടാകാൻ കാരണം ഈ സ്കൂളിൻ്റെ ഒരു പ്രചോദനമാണ്. ഇവിടെ പഠിക്കുന്ന കാലത്ത് ഇവിടുത്തെ കായിക അധ്യാപകരും സഹ അധ്യാപകരും എല്ലാവരുടെയും സഹകരണം, ഹെഡ് മാസ്റ്ററുടെ എല്ലാവരുടെയും സഹകരണം എനിക്കുണ്ടായിരുന്നു. ഒരു കായിക താരം എന്ന നിലയിൽ എന്തൊക്കെ വേണം അതൊക്കെ തന്നെ ചെയ്തു തന്ന് എൻ്റെ ഈ ഇന്നത്തെ നിലയിൽ എനിക്ക് എത്താൻ കഴിഞ്ഞത് ഇവിടുത്തെ ഈ സ്കൂളിൽ പഠിച്ചത് കൊണ്ടാണ്. അതുകൊണ്ട് ഈ സ്കൂളിനോട് എന്നും ഞാൻ കടപ്പെട്ടിരിക്കുന്നു. വിഭിന്ന ജാതിമതങ്ങൾ തമ്മിലുള്ള സഹവർത്തിത്വമാണ് നമ്മുടെ പ്രദേശത്തിൻ്റെ സവിശേഷമായ ഒരു മുദ്ര. വിഭാഗീയതയുടെ അതിർവരമ്പുകളില്ലാതാക്കുന്ന സ്നേഹസൗഹൃദങ്ങളുടെ പാരസ്പര്യം നമ്മുടെ വിദ്യാലയം സമൂഹത്തിന് പകർന്നു നൽകിയിട്ടുണ്ട്. തെരക്കോട്ട് അബ്ദുറഹ്മാനാജി വിദ്യാഭ്യാസപരമായിട്ട് അന്ന് ഇംഗ്ലീഷൊന്നും സംസാരിക്കാൻ പറ്റുന്ന ഒരു മുസ്ലിമായിരുന്നു. അദ്ദേഹവും അതുപോലെ തന്നെ ഇവിടുത്തെ അന്നത്തെ പി കെ മൊയ്തു സാധാരണക്കാരൻ്റെ ഒരു പാർട്ടി പ്രവർത്തന നിലയിൽ കൂടി ഇവിടെ സ്കൂളിനെ സംബന്ധിച്ച് സംഘടിപ്പിച്ചപ്പോൾ ചെരക്കൊല്ലി കുഞ്ഞിനാ മാഷി, ഗോപാലൻ നായർ, മേനിക്കണ്ടി, നാരായണമാര, എക്കസിൻ്റെ പിതാവ് ഇങ്ങനെയുള്ള ആളുകൾ പൂർണ്ണമായിട്ടും അന്ന് ഉത്സാഹിച്ചു. ഈ ഹൈസ്കൂളിലേക്ക് ധാരാളം ആൺകുട്ടികളും മുസ്ലിം പെൺകുട്ടികളും ആൺകുട്ടികളും എല്ലാം വന്ന് നല്ലൊരു പുരോഗതിയിൽ കൂടി വടക്കുംമൂട് ഹൈസ്കൂൾ മുന്നോട്ട് പോയി നല്ല ശതമാനം മുസ്ലിം വിദ്യാർത്ഥികൾക്കും അതുപോലെ പിന്നോക്കം നിൽക്കുന്ന ദളിത് വിദ്യാർത്ഥികൾക്കും എല്ലാം തന്നെയും കൂടെ വിദ്യാഭ്യാസപരമായി മുന്നേറാൻ കഴിഞ്ഞിട്ടുണ്ട്. സാമൂഹ്യ രംഗത്ത് വലിയ മാറ്റമുണ്ടാക്കുവാൻ, സമൂഹത്തിന് വലിയ സംഭാവന നടത്തുവാൻ ഈ സ്കൂൾ എന്ന് പറയുമ്പോൾ ഈ സ്കൂള് ഈ പ്രദേശങ്ങൾ ജനങ്ങളുടെ ഏറ്റവും വലിയ വിളക്കായി നാം കാണുകയാണ്. പൊതുപ്രവർത്തന രംഗത്ത് വടക്കുംപാട് ഹൈസ്കൂൾ നൽകിയ സംഭാവന വിലമതിക്കാനാവാത്തതാണ്. ശ്രീ വി ദക്ഷിണാമൂർത്തി, ശ്രീ AK പത്മനാഭൻ എന്നിവർ ദീർഘകാലം ഈ സ്കൂളിൽ അധ്യാപകരായിരുന്നു. വടക്കുംപാട് സ്കൂളാണെങ്കിൽ
വെറും അക്കാഡമിക് രംഗത്ത് മാത്രം പൊതുരംഗത്തും ഒട്ടേറെ പ്രതിഭകളെ സംഭാവന ചെയ്തൊരു സ്കൂളാണ്. ഇപ്പോൾ ചങ്ങരോത്ത് പഞ്ചായത്തിലെ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരിൽ ഭൂരിപക്ഷം ആളുകളും വടക്കുംപാട് സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളാണ് എന്നതാണ് ഒരു പ്രത്യേകത. സാധാരണ ചില സ്കൂളുകളിൽ അക്കാഡമിക് രംഗത്ത് മാത്രം വളരെയധികം പ്രസിദ്ധമായ സ്കൂളുകളുണ്ട്. പക്ഷേ വടക്കുംപാട് സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം അക്കാഡമിക് രംഗത്തും പൊതുരംഗത്തും ഇവിടെയുള്ള വിദ്യാർത്ഥികൾ അവിടെ വലിയ സ്ഥാനം നേടി എന്നതൊരു പ്രത്യേകതയാണ്. ഇപ്പോൾ ചങ്ങരോത്ത് പഞ്ചായത്തിലെ പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ആ പഞ്ചായത്ത് പ്രസിഡന്റുമാരിൽ ഭൂരിപക്ഷം ആളുകളും വടക്കുംപാട് സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളായിരുന്നു. പ്രധാനമായി ഈ സ്കൂളിലെ തന്നെ അധ്യാപകനായിരുന്ന KV രാഘവൻ മാസ്റ്റർ, അതുപോലെ KV കുഞ്ഞിക്കണ്ണൻ, പിന്നെ K ബാലനാരായണൻ. ബാലനാരായണൻ ഇപ്പം DCയുടെ കോഴിക്കോട് ജില്ലാ വൈസ് പ്രസിഡന്റ്. അതുപോലെ ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായിരുന്ന സൂപ്പി മാസ്റ്റർ, AP സൂപ്പി മാസ്റ്റർ, ചങ്ങരോത്ത് പഞ്ചായത്തിലെ തന്നെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റും ഇപ്പം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായ SP കുഞ്ഞമ്മദ് തുടങ്ങിയ നിരവധി ആളുകൾ ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളായിരുന്നു എന്നത് ഈ സ്കൂളിന് മറ്റു സ്കൂളുകളുമായി താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ സമൂഹത്തിൽ ഈ സ്കൂളിൽ പ്രത്യേകതയാണ്. അധ്യാപക വിദ്യാർത്ഥി ബന്ധത്തിൽ പ്രകടമാവുന്ന സ്നേഹോഷ്മളതയിലൂടെയാണ് ഒരു വിദ്യാലയം ജനാധിപത്യവൽക്കരിക്കപ്പെടുന്നത്. ജീവിതത്തെ സംബന്ധിക്കുന്ന അറിവും മൗലികമായ കാഴ്ചപ്പാടുമാണ് യഥാർത്ഥ ഗുരുശിഷ്യ ബന്ധത്തിൽ നിന്നും പിറവിയെടുക്കുന്നത്. 1963 ഞാനും ഈ സ്കൂളിൽ വിദ്യാർത്ഥിയായി ചേരുന്നത്. ഞാനിവിടെ വരുന്ന സമയത്ത് ഉണ്ടായിരുന്ന PK ഗോപാല മാധു ടീച്ചർ, നാരായണ മാഷ് തുടങ്ങിയിട്ടുള്ള അധ്യാപകരായിട്ടുണ്ടായിരുന്നു. അന്നത്തെ അധ്യാപകർ വിദ്യാർത്ഥികളും തമ്മിലൊരു ബന്ധം എന്ന് പറയുന്നത് വളരെ നല്ല ബന്ധമായിരുന്നു. കലാകായിക അക്കാദമിക് രംഗങ്ങളിൽ വടക്കുംപാട് ഹൈസ്കൂൾ വലിയൊരു മാറ്റത്തിൻ്റെ പാതയിലാണിന്ന്. സ്കൂൾ അക്കാദമിക് കൗൺസിൽ, വിദ്യാരംഗം കലാസാഹിത്യവേദി, വിവിധ ക്ലബ്ബുകൾ, സബ്ജക്റ്റ് കൗൺസിലുകൾ എന്നിവയുടെ ഏകോപിച്ചുള്ള പ്രവർത്തനം സ്കൂളിൻ്റെ പൊതു അന്തരീക്ഷത്തിൽ വന്ന മാറ്റത്തിൻ്റെ പ്രകടമായ സൂചനയാണ്. കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് ഒരുപാട് മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ച കാലഘട്ടത്തിലാണ് ഞാൻ ഈ സ്കൂളിൻ്റെ പ്രധാനാധ്യാപകനാകുന്നത്. ഈ മാറ്റം ഉൾക്കൊള്ളാൻ ശേഷിയുള്ള, പ്രാപ്തിയുള്ള അധ്യാപകരാണ് എൻ്റെ സഹപ്രവർത്തകർ. അതിൻ്റെ ഗുണഫലം ഇന്ന് ഞങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുന്നു. SSLC റിസൾട്ട് ഏറ്റവും മികച്ച നിലയിലേക്ക് ഉയർത്താൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ വിദ്യാർത്ഥികൾക്ക് പുതിയ അനുഭവങ്ങൾ, വ്യത്യസ്തമായ അനുഭവങ്ങൾ നൽകാൻ വേണ്ടി ഒട്ടനവധി പരിപാടികൾ ഈ സ്കൂൾ നടപ്പിലാക്കി വരുന്നു. ഗ്രാമപഞ്ചായത്തിൻ്റെ അതുപോലെ സന്നദ്ധ സംഘടനകളുടെ സഹായം വൻതോതിൽ ഈ സ്ഥാപനത്തിൽ ലഭിച്ചു വരികയാണ്. സമൂഹത്തിലെ വിവിധ ജനവിഭാഗങ്ങളെ യോജിപ്പിച്ചുകൊണ്ട് പല പ്രവർത്തനങ്ങളും സ്കൂൾ നടത്താൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. മൊത്തത്തിൽ ഇതിൻ്റെ തുടക്കത്തിൽ നിന്ന് വ്യത്യസ്തമായി ഇതിൻ്റെ എല്ലാ ഭൗതിക സാഹചര്യങ്ങളുടെയും വളർച്ച ക്രമാനുഗതമായി വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ് ഇന്ന് നമ്മുടെ വടക്കുംപാട് സെക്കൻഡറി സ്കൂൾ. ഒരു ഹയർ സെക്കൻഡറിക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഇന്ന് നിലവിലുള്ള ഒരു സ്ഥാപനമാണ് ഈ വടക്കുംപാട് സെക്കൻഡറി സ്കൂൾ. എൻ്റെ സഹപ്രവർത്തകരായി ഇതിൻ്റെ വൈസ് പ്രസിഡൻ്റായി പ്രവർത്തിക്കുന്ന KV കുഞ്ഞിരാമനുണ്ട്, ഇതിൻ്റെ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന AK വിജയനുണ്ട്, ഇതിൻ്റെ ഡയറക്ടർമാരായി പ്രവർത്തിക്കുന്ന VP ചാത്തൻ, PM കുമാരൻ, അതുപോലെ C മൊയ്തു, M ഭാസ്കരൻ തുടങ്ങിയ ആളുകളൊക്കെ തന്നെ ഇതിൻ്റെ പ്രവർത്തനവുമായി അങ്ങേയറ്റം സഹകരിച്ചു വരുന്ന ആളുകളാണ്. നമ്മുടെ വടക്കുംപാട് സ്കൂളിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വളരെ കാലമായി പേരൻറ് ടീച്ചേഴ്സ് അസോസിയേഷൻ നല്ല രീതിയിൽ
പ്രവർത്തിക്കുന്നുണ്ട്. പഠന പ്രവർത്തനങ്ങളിലും അതുപോലെ തന്നെ പാഠ്യേതര പ്രവർത്തനങ്ങളിലും PTA സജീവ പങ്കാളിത്തമുണ്ട്. വടക്കുംപാട് സെക്കൻഡറി സ്കൂളിലെ MBTയുടെ പ്രവർത്തനം വളരെ സജീവമായി നടക്കുന്നുണ്ട്. അതിൻ്റെ പ്രതിഫലനം വിദ്യാഭ്യാസ കലാകായിക രംഗങ്ങളിൽ പ്രകടമായി കാണുന്നുണ്ട്. വടക്കുംപാട് ഹൈസ്കൂളിൻ്റെ വികാസത്തിൽ പ്രധാന അധ്യാപകന്മാരായി സേവനമനുഷ്ഠിച്ച ശ്രീ C. ഗംഗാധരൻ നായർ, P. ബാലകൃഷ്ണൻ നായർ, AK പത്മനാഭൻ മാസ്റ്റർ, MK കുഞ്ഞന്തൻ മാസ്റ്റർ, V. ശ്രീധരൻ മാസ്റ്റർ എന്നിവരുടെ സേവനം വളരെ സ്മരണീയമാണ്. അതോടൊപ്പം തന്നെ സ്ഥാപനത്തിൻ്റെ വിജയത്തിനായി പ്രവർത്തിച്ച് ഇന്ന് നമ്മളോടൊപ്പമില്ലാത്ത മുൻ അധ്യാപകരെയും അനധ്യാപകരെയും ഈ വേളയിൽ സ്മരിക്കുകയാണ്. TP കൃഷ്ണൻ മാസ്റ്റർ, KP കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ, ചാക്കോ മാസ്റ്റർ, ഗോപാലകൃഷ്ണൻ മാസ്റ്റർ, ഗോപി മാസ്റ്റർ, കുഞ്ഞിക്കണാരൻ മാസ്റ്റർ, E. പങ്കജം. അധ്യാപകേതര ജീവനക്കാരായ ശ്രീ NS ചങ്ങരോത്ത്, ശ്രീ അഹമ്മദ്, അടിയോടി, മൊയ്തീൻകുട്ടി, E. ചാത്തൻ തുടങ്ങിയവരെയും ഈ വേളയിൽ സ്മരിക്കുക. ഒടുവിലിതാ മുന്നേറ്റത്തിൻ്റെ വീതിയിലേക്ക് നാം എത്തിച്ചേർന്നിരിക്കുന്നു. വിദ്യാഭ്യാസത്തിലൂടെ ലക്ഷ്യമാക്കുന്നതെന്തും പ്രകാശിതമാവുകയാണിവിടെ. സർഗാത്മകതയുടെ ഒരു പുതുലോകം ഇതൾ വിടർത്തപ്പെടുന്നു. ഒത്തൊരുമയുടെ നൂതനകാലം നമ്മെ എതിരേൽക്കുന്നു. അറിവിൻ സ്വർണ്ണ നിധികൾ തേടി വരികയായി ഞങ്ങൾ വരികയായി, മുറിവിൻ ചുണ്ടിനമൃതം കൊണ്ടുവരികയായി ഞങ്ങൾ വരികയായി, ഉദരികൾ തിരയും കിളികുലമെങ്ങും കനവുണരുന്നു കളകളരവമുടെ ഉദയമാ പുതുയുഗത്തിനുദയമാ ഉദയമാ പുതുയുഗത്തിനുദയമാ. ഇനി ഇവിടില്ല അജ്ഞത വിളയും തരിച്ചുകൾ, ഇനി ഇവിടില്ല യാതനകൾ തൻ കുരിശുകൾ, ഇനി ഇവിടില്ല അജ്ഞത വിളയും തരിച്ചുകൾ, ഇനി ഇവിടില്ല യാതനകൾ തൻ കുരിശുകൾ. അറിവിലുറന്നൊരു സ്നേഹത്താൽ നാം അലിവുള്ളോരല്ലോ, ചെറിയവർ വലിയവർ ഒരു ഭേദങ്ങളും അറിയാത്തോരല്ലോ. അറിവിലുറന്നൊരു സ്നേഹത്താൽ നാം അലിവുള്ളോരല്ലോ, ചെറിയവർ വലിയവർ ഒരു ഭേദങ്ങളും അറിയാത്തോരല്ലോ. ഉദയമാ പുതുയുഗത്തിനുദയമാ ഉദയമാ പുതുയുഗത്തിനുദയമാ. മതവും ജാതികളും തീർക്കുന്നൊരു മതിലുകളിനിയില്ല, മനുഷ്യരെവിടെയുമൊന്നാണെന്നത് മറന്നിടാത്തവർ നാം. മതവും ജാതികളും തീർക്കുന്നൊരു മതിലുകളിനിയില്ല, മനുഷ്യരെവിടെയുമൊന്നാണെന്നത് മറന്നിട
അറിവിൻ നിറവേ നമ്മുടെ ലക്ഷ്യം. അറിവിൻ കനികളിലൊളിയും പൊരുളിൻ അമൃതം നുകരുക നാം. അറിവല്ലോ ഉലകിന്നു വെളിച്ചം. അറിവിൻ നിറവേ നമ്മുടെ ലക്ഷ്യം. അറിവിൻ കനികളിലൊളിയും പൊരുളിൻ അമൃതം നുകരുക നാം. ഉദയമാ പുതുയുഗത്തിനുദയമാ ഉദയമാ പുതുയുഗത്തിനുദയമാ. അറിവിൻ സ്വർണ്ണനിധികൾ തേടി വരികയായി ഞങ്ങൾ വരികയായി. മുറിവിൻ ചുണ്ടിനമൃതം കൊണ്ടുവരികയായി ഞങ്ങൾ വരികയായി. പുലരികൾ തിരയും കിളികുലമെങ്ങും കനവുണരുന്നു കളകളരവമുടെ ഉദയമാ പുതുയുഗത്തിനുദയമാ ഉദയമാ പുതുയുഗത്തിനുദയമാ. ചരിത്രത്തോട് നീതി പുലർത്തുക എന്ന് തന്നെയാണ് ചരിത്രം നമ്മോട് നിരന്തരമായി ആവശ്യപ്പെടുന്നത്. വ്യാഖ്യാനങ്ങൾ പലതാവുമ്പോഴും അതിന് ഒരു നീതിശാസ്ത്രമുണ്ട്. സർവ്വവിധ അധികാരപ്രമത്തതയ്ക്കും അപ്പുറത്ത് അത് സാമാന്യ മനുഷ്യരുടെ വിയർപ്പിൻ്റെയും കണ്ണീരിൻ്റെയും കഥയാണ് പറയുന്നത്. ചരിത്രത്തിൽ പലപ്പോഴും ഇടം കിട്ടാതെ പോകുന്ന ഇവരിൽ നിന്നാണ് യഥാർത്ഥ ചരിത്രം പിറവികൊള്ളുന്നതെന്ന് നാം അറിയുന്നു. പ്രാദേശിക ചരിത്ര നിർമ്മാണത്തിൻ്റെ ഭാഗമായി നമ്മുടെ വിദ്യാർത്ഥികളുടെ ഒരു പഠന പ്രക്രിയ ഇവിടെ പൂർത്തീകരിക്കുന്നു. ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം പ്രശസ്ത ചിത്രകാരനും നമ്മുടെ വിദ്യാലയത്തിലെ ഉപവിദ്യാർത്ഥിയുമായ ശ്രീനി പാലേരി നമ്മുടെ സ്കൂളിൻ്റെ ചിത്രം വരച്ചുകൊണ്ട് കാണുന്നു. നമ്മുടെ നാട്ടിലെ മഹാരഥന്മാരായ ആൾക്കാരുടെ ത്യാഗം നിരവധിയാണ്. അവരുടെ കണ്ണും കാതും അനുഭവിച്ചറിഞ്ഞ ഈ ചരിത്ര സാക്ഷ്യത്തെ ഒരു ക്യാമറയുടെ കണ്ണിലൂടെയും അതിൻ്റെ ശ്രവണ യന്ത്രങ്ങളിലൂടെയും നിങ്ങൾക്ക് മുമ്പിൽ ഒരു ചരിത്ര സാക്ഷ്യമായി ഇവിടെ പ്രകാശനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഇതിൽ നിന്ന് നിങ്ങൾ ഊർജം ഉൾക്കൊണ്ട് ഇനിയൊരു പുതിയ ഒരു പുത്തൻ ചരിത്രത്തിൻ്റെ സൃഷ്ടിക്ക് നാന്ദി കുറിക്കണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അതുകൊണ്ട് ഈ ചരിത്ര CD നിങ്ങളുടെ സ്നേഹത്തിന് മുമ്പിൽ, നിങ്ങളുടെ കൂട്ടായ്മയ്ക്ക് മുമ്പിൽ, നിങ്ങളുടെ കരുത്തിന് മുമ്പിൽ ഞാൻ സമർപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ജയ് ഭാരത്.